ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻഫോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, എന്തായാലും ഇന്നലെ യു എസ് മാർക്കറ്റിൻ്റെ ഒരു ടേക്ക് പറയുന്നത് നമുക്ക് ഇന്നലെ യു എസ് മാർക്കറ്റ് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് സാർ, നമ്മൾ ഇന്നലത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ബ്രെൻഡിലും WT ക്രൂഡിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴൊരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമ്മൾ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ക്രൂഡിൻ്റെ കേസിൽ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷനെ തുടർന്ന് നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. WT ക്രൂഡിൻ്റെ കേസിൽ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് $59.75 ആയിരിക്കും. അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വീണ്ടും ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് $62 കാണുന്നത്. അങ്ങനെ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് $58.25 ആയിരിക്കണം. സാർ, ഇന്ന് ഗോൾഡിലോട്ട് വരുമ്പോൾ മികച്ചൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 1.6% നേട്ടത്തിലാണ് ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. മാത്രമല്ല, പുതിയൊരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഗോൾഡിൽ ഇപ്പോൾ ഒരു മുന്നേറ്റം നമുക്ക് കാണുന്നത്. ഗോൾഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സ്വർണ്ണത്തിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ഏർലി മിനിറ്റ്സിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനുശേഷം വളരെ നാരോ ഒരു റേഞ്ചിലായിരുന്നു ക്ലോസിങ്ങും നടന്നിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ നിലനിർത്തുക. 4640 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ ഹൗവർ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്നലെ 100 പോയിന്റിലധികം ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 25,555 എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഈ ഒരു ഇടിവിനെ പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഏണിങ്സിൽ പ്രതീക്ഷിച്ച പോലെ ഒരു കണക്കുകൾ മാർക്കറ്റ് രേഖപ്പെടുത്തുന്നില്ലെന്നാണോ, അല്ലെങ്കിൽ കമ്പനികൾ രേഖപ്പെടുത്തുന്നില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് ഇത്തരത്തിലുള്ളൊരു കാര്യമാണോ വീണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു മാർക്കറ്റ് ഒരു ശക്തി പ്രാപിക്കാത്തതെന്നാണോ കരുതുന്നത്? വിഷ്ണു, എനിക്ക് തോന്നുന്നില്ല ഇത് ഏർണിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനുവരി 5 ആയിരുന്നു ഓൾ ടൈം ഹൈ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം മെയിനായിട്ട് 3 സ്റ്റോക്സിലായിരുന്നു നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാനിടയായത്. ITC, റിലയൻസ് ഇൻഡസ്ട്രി ആൻഡ് HDFC ബാങ്ക്. ഈ 3 സ്റ്റോക്സിന് ഓർക്കേണ്ടത് ദേ ആർ ഹെവി വെയ്റ്റ്സ്. ഒത്തിരി വെയിറ്റേജ് നിഫ്റ്റി 50ലും സെൻസെക്സിലും ഈ 3 സ്റ്റോക്സിനും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി 50ൽ ബെയറിഷായി മാറിയിട്ടുണ്ട്. നാച്ചുറലി ഇതിൻ്റെ കോസസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ്, ഇതൊക്കെയാണ് മാർക്കറ്റിനെ നെർവസ് ആയി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 27,400 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 150 മുതൽ 250 പോയിന്റിന്റെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി നിഫ്റ്റി 50ൽ കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 25,900, 26,000 ഈ ഒരു റെസിസ്റ്റൻസ് സോണായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സർ, ബാങ്ക് നിഫ്റ്റി 203 പോയിന്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത്. 59,891 എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലത്തെ ആ ഒരു കറക്ഷനെ ഞാൻ ഇടിവായിട്ട് കരുതുന്നില്ല. ഐ ഓൺലി കൺസിഡർ ആസ് എ നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ 59,500 സപ്പോർട്ടായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 60,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ ഈ ഒരു ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇനി എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യൂണിയൻ ബഡ്ജറ്റ് എന്തായാലും ഒരു പ്രഖ്യാപനങ്ങളുണ്ടാവും. ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പ്രീ റാലിക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റിന് മുമ്പായിട്ടുള്ളൊരു റാലിക്ക് സാധ്യതയുള്ള ഏതെങ്കിലും സെക്ടറുകളുണ്ടോ? അപ്പം ബഡ്ജറ്റിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ് മാർക്കറ്റിലെ ഒരു സെക്ടറുകളെ സംബന്ധിച്ചുള്ളത്? വിഷ്ണു, നമുക്ക് ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഒരേ ഒരു സെക്ടർ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുള്ളൂ, മെയിൻലി ഡിഫൻസ് ഇൻഡെക്സ്. സോ ഡിഫൻസ് സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ നേരത്തെ ട്രംപിൻ്റെ കേസ് പറഞ്ഞിരുന്നു.
സോ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഇന്ത്യ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ വേൾഡിലുള്ള എല്ലാ മേജർ രാജ്യങ്ങളിലും അവരെല്ലാവരും മിലിറ്ററി സ്പെൻഡിങ്ങിൽ കുറെ കൂടെ ഫോക്കസ് നൽകാൻ നല്ല ചാൻസസ് ഉണ്ട്. ആൻഡ് ദ സെയിം തിങ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ചില ഡിഫൻസ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയാനുള്ളത് ഇതിൽ ആദ്യത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ഡിസംബർ മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 4560. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 4690. അതേസമയം നമ്മൾ ഭാരത് ഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1570 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1630. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ല നേട്ടം കാണാൻ സാധിക്കും. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കുന്നത് 420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ 1930 റെസിസ്റ്റൻസും അതിനുശേഷം 2030 റെസിസ്റ്റൻസും ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ബഡ്ജറ്റ് അടുക്കും തോറും ഈ ഒരു സ്റ്റോക്സിൽ എനിക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ 2620 ആയിരിക്കണം നമ്മൾ ഗാർഡൻ റീച്ചിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, ഇനി നമുക്ക് അടുത്തായിട്ട് അറിയേണ്ടത് IRFCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേക്കാണ് അറിയേണ്ടത്. IRFCനെ സംബന്ധിച്ച് ഇന്നലെ Q3 റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 10% മുകളിലേക്ക് ഒരു ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1802 കോടിയാണ് IRFC രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും നമ്മൾ ഈ ഒരു ഓഹരി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. കാര്യമായൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒന്നും ഓഹരിയിൽ കാണാൻ സാധിക്കുന്നില്ല. ഏതായാലും IRFCയെ സംബന്ധിച്ച് താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? IRFCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിലെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 118 രൂപ 50 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ആദ്യം തന്നെ 125, ലോങ് ടേമിൽ ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 130 റെസിസ്റ്റൻസ് ലെവൽസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. ഇനി PSU ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഏതായാലും പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 13% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5100 കോടിയാണ് ഇത്തവണത്തെ ഒരു Q3യിൽ ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഗ്രോസ് NPA 3.19% രേഖപ്പെടുത്തിയതായിട്ടും കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടൈമിലൊക്കെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ എസ്പെഷ്യലി സെപ്റ്റംബർ മാസത്തിന് ശേഷം നേരിയ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 28% നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? മുന്നോട്ടൊരു കുതിപ്പ് തുടരാനുള്ളൊരു സാധ്യതയുണ്ടോ? വിഷ്ണു, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 124.50 ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ഡിസംബർ മാസത്തിന് ശേഷം വലിയ നേട്ടമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഈ സ്റ്റോക്കിൽ ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത്. സാർ, അടുത്തതായി ഒരു Q3 ലഭ്യമായിരിക്കുന്നത് ടിപ്സ് മ്യൂസിക്കാണ്. ടിപ്സ് മ്യൂസിക്കിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ 32% ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. റവന്യൂവിലും 21% ഉയർച്ചയാണ് ഇത്തവണത്തെ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. എന്നാലും ഓഹരി നമ്മളൊരു മന്ത്ലി ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു വീക്ക്ലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് ടിപ്സിൻ്റെ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളൊരു മുന്നേറ്റത്തിനുള്ള സാധ്യത ടിപ്സിൽ കാണുന്നുണ്ട്. ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, ടിപ്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ തൽക്കാലം ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നതിൽ 600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം.
സർ, അടുത്ത് അറിയേണ്ടത് ഹാറ്റ്സൺ ആഗ്രോയുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ്. ഏതായാലും നെറ്റ് പ്രോഫിറ്റിൽ വലിയൊരു കുതിപ്പ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 50% അടുത്തൊരു ഉയർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. റവന്യൂ 17% ഉയർച്ച രേഖപ്പെടുത്തി. ഏതായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടിനെ തുടർന്നൊക്കെ തന്നെ ഇന്നലെ ഓഹരിയിൽ നമുക്ക് 3% അടുത്തൊരു നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 949 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഏതായാലും ഷോർട്ട് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ബെയറിഷ് ട്രെൻഡ് കാണുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ എന്താണ് താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോഴുള്ളത്? ഹാറ്റ്സന്റെ കേസിൽ രണ്ട് കാര്യം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പൊസിഷൻസ് നിലനിർത്തുക. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ 890 റുപ്പീസിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, നമ്മൾ ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് പല മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നൊരു സ്റ്റോക്ക് കൂടിയാണ്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഏതായാലും സെപ്റ്റംബർ മുതൽ നമ്മൾ ഓഹരി നോക്കുമ്പോൾ തുടർച്ചയായ ഒരു നേട്ടം നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് Q3 വന്നപ്പോഴും ഒരു മികച്ച റിസൾട്ട് എന്ന രീതിയിലുള്ളൊരു കണക്കാണ് കാണുന്നത്. വരുമാനം 27% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 46% ഉയർച്ചയാണ് ഹിന്ദുസ്ഥാൻ സിങ്കിനെ ഇപ്പോൾ രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും 3% മുകളിലേക്കൊക്കെ ഒരു കുതിപ്പാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഇത് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിൽ മാത്രമല്ല, നമ്മൾ എൻറ്റയർ മെറ്റൽ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഇസ് ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, JSW, നാൽക്കോ മുതലായ ഏത് മെറ്റൽ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും അണ്ടർ ടോൺ ആൻഡ് സ്ട്രെങ്ത് ഇസ് വെരി വെരി ബുള്ളിഷ്. ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ സ്പെസിഫിക് കേസിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 650 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 685, 696, 715. സാറിന് നമുക്ക് ടാറ്റ ക്യാപിറ്റലിൻ്റെ ഒരു Q3 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലാഭത്തിൽ 20% ഒരു ഉയർച്ചയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1264 കോടിയാണ് രേഖപ്പെടുത്തിയത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോഴും 20% ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ടാറ്റ ക്യാപിറ്റലിനെ സംബന്ധിച്ച് ലിസ്റ്റിങ്ങിന് ശേഷം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും 0.25% ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. എന്നാലും ലിസ്റ്റിങ്ങിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് ഓൾറെഡി കാണാൻ സാധിക്കുന്നത്. എന്നാലും താങ്കളുടെ ഒരു പ്രതീക്ഷ ഈ ഒരു ഓഹരിയിൽ എന്താണ് ഉള്ളത്? വിഷ്ണു, ടാറ്റ ക്യാപിറ്റലിന്റെ കേസിൽ നമുക്ക് അണ്ടർ ടോണിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 350 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹൗവർ കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, ഈ സിയർ ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2.36% 3883 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഏതായാലും Q3 ഒരു മെച്ചപ്പെട്ട Q3 തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാഭത്തിൽ 60%-ലധികം ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 156 കോടിയാണ് രേഖപ്പെടുത്തിയത്. വരുമാനത്തിലും 26% ഉയർച്ച രേഖപ്പെടുത്താൻ സിയറിന് സാധിച്ചിട്ടുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ്? സിയറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 3600 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബ്രേക്ക്ഔട്ട് ലെവൽ 4000 രൂപയിലാണ് കാണുന്നത്. സാറിന് ഈ കാനറ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കാനറ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാനറ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരിയൊരു ഇടിവായിരുന്നു. 0.17% ഇടിവ് 156 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഏതായാലും ഒരു സെപ്റ്റംബർ മുതലുള്ള ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. കാനറ ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? കാനറ ബാങ്കിന്റെ കേസിൽ അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തുടരുന്നു. ഇൻഫാക്ട് ഇന്നലെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷമായിരുന്നു നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 150 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ആസ്റ്റർ DMൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 573 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. നമ്മളൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒക്ടോബറിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ എടുത്തായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നീടുള്ള മാസങ്ങളിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യത ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ടോ?
വിഷ്ണു, ഈ സ്റ്റോക്കിന്റെ കേസിൽ ഒക്ടോബർ മാസത്തിനായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും രണ്ട് പ്രോബ്ലം. ആദ്യം തന്നെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. രണ്ടാമത്തെ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സോ ഈ സ്റ്റോക്കിന്റെ കേസിൽ ഒക്ടോബർ ഓൾ ടൈം ഹൈന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ബിൽഡ് ആയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഗ്യാപ്പ് ഡൗണോടുകൂടി ആരംഭിച്ച സ്റ്റോക്ക് അതിന്റെ ലോവസ്റ്റ് ലെവലിലായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 560 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് അലോക് ഇൻഡസ്ട്രീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 15 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 2.4% ഇടിവ് ഇന്നലെയും രേഖപ്പെടുത്തിയിരുന്നു. എന്നാലും ഒരു ഷോർട്ട് ടൈം ട്രെൻഡൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബെയറിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഉടനെ ഈ ഒരു ഓഹരിയിൽ പ്രതീക്ഷിക്കാമോ? സോ അലോക് ഇൻഡസ്ട്രി വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് പെനി സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സർ, അടുത്ത ഒരു സ്റ്റോക്ക് KPR മില്ലാണ്. 0.61% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 832 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു മാസവും കഴിഞ്ഞൊരു മാസവും നമുക്ക് ഇടിവാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഈ ഓഹരിയിൽ ഏതൊക്കെയാണ്? സോ KPR ബില്ലിന്റെ കേസിൽ നവംബർ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 758 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് കിറ്റെക്സിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. കിറ്റെക്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, താരിഫിൻ്റെ ആ ഒരു ഇഷ്യൂവിന് ശേഷമൊക്കെ കാര്യമായി എങ്കിലും ഒരു അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് കിറ്റെക്സ്. എന്തായാലും 151 എന്നൊരു പ്രൈസാണ് ഇപ്പോൾ കാണുന്നത്. 0.84% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കിറ്റെക്സിൽ ഇപ്പോൾ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? താരിഫിൻ്റെ ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് കിറ്റെക്സിൻ്റെ ഓഹരിയിൽ പ്രതീക്ഷിക്കേണ്ടത്? അൺഫോർച്ചുനേറ്റ്ലി നോ. കിറ്റെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 147 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 222 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാറിന് NMDCയുടെ വ്യൂ ആണ് അറിയേണ്ടത്. NMDC 1.63% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 81 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. അതിലൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ തന്നെ ഒരു നേരിയ തോതിലെങ്കിലും എല്ലാ മാസവും ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻ്റാണ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. NMDCയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? NMDCയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്ക് നേരിടുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 78 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 85 മുതൽ 88 ആ റേഞ്ചിലായിരിക്കും. സർ, നമുക്ക് അടുത്തൊരു ഓഹരിയിൽ ചോദിക്കാനുള്ളത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ സംബന്ധിച്ച് നമ്മളൊരു ഡേറ്റ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ സ്വിഗ്ഗി രേഖപ്പെടുത്തിയിരുന്നത്, ക്ഷമിക്കണം സാർ, എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 1.63% ഡാറ്റ വീണ്ടും നഷ്ടമായിട്ടുണ്ട്. സാർ, സ്വിഗ്ഗിയുടെ ആ ഒരു ഡാറ്റ താങ്കൾക്ക് ലഭ്യമായെങ്കിൽ കൃത്യമായി സ്വിഗ്ഗിയുടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് പറയാമോ? സ്വിഗ്ഗിയുടെ കേസിൽ നമുക്ക് ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി സെപ്റ്റംബർ മാസത്തിന് ശേഷം വളരെ ഹെവി സെല്ലിംഗ് പ്രഷറും ഈ സ്റ്റോക്ക് നേരിടുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. നമുക്ക് കറന്റ് ലെവൽസിൽ ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ സപ്പോർട്ട് ഏരിയ 320 സർ, അടുത്ത ഓഹരി SPML ഇൻഫ്ര ലിമിറ്റഡാണ്. ഇന്നലെ നോക്കുമ്പോൾ 3% ഒരു നേട്ടം ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നു. 195 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. എന്നാൽ ഓവറോൾ ഒരു ട്രെൻഡ്, എസ്പെഷ്യലി ഓഗസ്റ്റിന് ശേഷം നോക്കുമ്പോൾ ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഇന്നലെ ഒരു നേട്ടം രേഖപ്പെടുത്തിയെങ്കിൽ കൂടി ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഓഹരിയിൽ ഇപ്പോൾ താങ്കൾ കാണുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നോ.
SPML Infra is a small cap stock. കാര്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിലും ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു നേട്ടം ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഈ സ്റ്റോക്ക് വീണ്ടും ഹെവി സെല്ലിംഗ് പ്രഷർ നേരിടാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 188 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അടുത്തത് അദാനി എൻ്റർപ്രൈസസ് ആണ്. ഇന്നലെ 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2134 എന്നൊരു പ്രൈസിലാണ് അദാനി എൻ്റർപ്രൈസസിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. താങ്കളുടെ ഒരു ടേക്ക് അദാനിയുടെ ഈ ഓഹരിയിൽ എന്താണുള്ളത്? അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2117 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് റെയിൽവേയിൽ നിന്നുള്ള RVNL ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.15% ഇടിവാണ് RVNL ഇന്നലെ രേഖപ്പെടുത്തിയത്. 331 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. RVNL ഒരു ഒപ്പീനിയൻ അറിയേണ്ടതുണ്ട്. ഒപ്പം താങ്കൾ ഏതെങ്കിലും ഒരു റെയിൽവേ ഓഹരികൾ ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടോ? വിഷ്ണു, RVNL കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 360 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് റെയിൽവേ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നേരത്തെ നമ്മൾ ഡിഫൻസ് സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ ബഡ്ജറ്റ് അടുക്കും തോറും ഈ ഒരു സെക്ടറിലോട്ടും ഫോക്കസ് വരാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. സാർ, അടുത്തത് ഇൻഡോഫാർമയാണ്. ഇൻഡോഫാം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇൻഡോഫാം എക്യുപ്മെൻറ്റിനെ സംബന്ധിച്ച് 2.64% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 175 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഏതായാലും ഒരു ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാര്യമായൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാർട്ടായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു ചാർട്ടിൽ എന്താണ്? വിഷ്ണു, ഇൻഡോഫാം എക്യുപ്മെന്റ് വീണ്ടും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ കേസിലും കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. വിഷ്ണുവിലോട്ട് തിരിച്ചു വരുന്നതിന് മുൻപ് 2 ഓട്ടോ സ്റ്റോക്സ് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റോക്ക് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹ്യുണ്ടായി മോട്ടോറിന്റെ കേസിൽ ഒക്ടോബർ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 2370 ആയിരിക്കാം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് അശോക് ലെയ്ലൻഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 190 റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, നമ്മൾ അടുത്തായിട്ട് അറിയേണ്ടത് ഡിക്സൺ ആണ്. ഡിക്സനെ സംബന്ധിച്ച് 2.72% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 11,024 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓവറോൾ ഒരു ട്രെൻഡ് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു ബെയറിഷ് ട്രെൻഡ്, അതായത് ഓഗസ്റ്റിന് ശേഷം അത്തരത്തിലൊരു ട്രെൻഡിലാണ് ഓഹരി ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത ഏതെങ്കിലും ഈ ഒരു ഓഹരിയുടെ ചാർട്ടിൽ കാണുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ഡിക്സന്റെ കേസിൽ സെപ്റ്റംബറിന് ശേഷം വളരെ ഹെവി സെല്ലിംഗ് പ്രഷറായി കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഡിക്സന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു നേരിയ റിക്കവറി കാണാൻ സാധിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ ഈ ഒരു ഷോർട്ട് കവറിങ് ഒരിക്കലും ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 13,200 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. സണ്ണി, അശോക ബിൽക്കോണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.35% ഇടിവ് രേഖപ്പെടുത്തി 146 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിലും ഈ ഒരു മാസത്തിലൊക്കെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അശോക ബിൽക്കോൺ വീണ്ടും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഒക്ടോബർ മാസത്തിന് ശേഷം റിയാലിറ്റി സെക്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷറിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും വളരെ ഹെവി സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക.
സണ്ണി, ബജാജ് ഹൗസിങ്ങിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഒരു സെപ്റ്റംബർ 2024 ഈ ഒരു ഓഹരി ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് നമുക്ക് കണ്ടിന്യൂസ്ലി ബജാജ് ഹൗസിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? കാരണം തുടർച്ചയായി നമ്മളിപ്പോൾ ഈ ഒരു വർഷം നോക്കുമ്പോഴും കഴിഞ്ഞൊരു വർഷം മിഡ് തൊട്ട് നോക്കിയാലും ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തുടരുന്നൊരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഒരു ബോട്ടം കണ്ടോ? എന്താണ് ഒരു എക്സ്പെക്റ്റേഷനായിട്ട് ഈ ഒരു ഓഹരിയിലുള്ളത്? അൺഫോർച്ചുനേറ്റ്ലി നോ. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഇന്നലെ ഇൻഫാക്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയൊരു ഓൾ ടൈം ലോ ലെവലാണ്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 90 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 100 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം അത് ബ്രേക്ക് ചെയ്യേണ്ടത്. സാറിന് ഈ ജിയോഫിനിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. 1.13% ഇടിവാണ് ജിയോഫിനിൽ കാണാൻ സാധിച്ചത്. 275 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു മാസം നോക്കുമ്പോൾ അവിടെ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. ജിയോഫിനിൽ താങ്കളുടെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ജിയോഫിൻ്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് ആക്കണമെന്ന് സാധിക്കുന്നത്. സോ എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഹെവി സെല്ലിംഗ് പ്രഷർ വന്നതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിട്ടുണ്ട്. സോ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 295 മുതൽ 300 രൂപ ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പങ്കുവച്ചതിന്. താങ്ക് യു വിഷ്ണു. ഏതായാലും നമ്മുടെ മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെയൊക്കെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയിൽ ഇപ്പോൾ സഫാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.